നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രണ്ടാം പ്രക്ഷോഭത്തിനായി വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടി തയ്യാറെടുക്കുമ്പോൾ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ പ്രവർത്തനങ്ങൾക്കിടയിൽ കണ്ണിന് പരിക്കേറ്റ് കാഴ്ച നഷ്ടമായ ഒരു യുവാവിനെയും കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹി പോലീസിനെ കൊണ്ട് FIR എടുപ്പിക്കാൻ ശ്രമിച്ചതും അമിത്ഷാ കുറ്റക്കാരനാണ്, അമിത്ഷായെ പ്രതി ചേർത്ത് FIR ഇടണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയതും വലിയ ചർച്ചയാവുകയാണ്. ഈ രാജ്യം വളരെയധികം ഓർഗാനിക്കായി തന്നെ ആ വിഷയത്തെ ഡീൽ ചെയ്യുകയാണ്. അതായത് സാധാരണക്കാർ, ജൻസിക്കാർ ഒത്തുകൂടുകയാണ് ഈ മനുഷ്യന് വേണ്ടി. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം ഐതിഹാസികമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ജന്തർ മന്ദറിൽ നടത്തിയ പ്രക്ഷോഭത്തിലൂടെ നിരവധി പേർക്കാണ് സമരത്തിൽ അടിയും പരിക്കുമേറ്റത്. അതിൽ മാരകമായ പരിക്കേറ്റവരുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി കൃത്യമായ അവലോകനം നടത്തുകയാണ്. CJPയുമായി ചർച്ച നടത്തി കൂടുതൽ നേരിട്ടിറങ്ങി സമര പരിപാടികളിൽ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവായാൽ ഇങ്ങനെ വേണം. രാജ്യത്തെ യുവാക്കളെക്കുറിച്ച് ആശങ്കയോടെ നിൽക്കുകയാണ്. ഈ രാജ്യത്തെ നിരവധിയായ യുവാക്കളുടെ ജീവിത അവസരം തട്ടിത്തെറിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. എന്നിട്ട് അതിനെതിരെ സമരം ചെയ്യാൻ ചെന്നപ്പോൾ ഡൽഹി പോലീസ് നിഷ്ഠൂരമായ നടപടിയാണ് എടുത്തത്. പെല്ലറ്റ് ആക്രമണം ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പെല്ലറ്റ് ആക്രമണം കടുത്ത രീതിയിൽ ഉണ്ടായാൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയും രാഹുൽ ഗാന്ധി വളരെയധികം വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് ഇതിനെക്കുറിച്ചുള്ള ഡേറ്റകൾ, അനാലിസിസ് റിപ്പോർട്ട് കൃത്യമായി ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ച തുടരുക. ഏതായാലും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇത്രയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അഭിജിത് ദീപ്കയ്ക്കും സൗരവ് ദാസിനും വളരെ കൃത്യമായ മറുപടിയാണ് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി തങ്ങൾക്ക് തരുന്ന ഈ പിന്തുണ അത് അളവറ്റതാണ് എന്ന് ഇരുവരും പറയാൻ മടി കാണിച്ചില്ല എന്നുള്ളതാണ്. ഇതാണ് BJPയെ വീണ്ടും അസ്വസ്ഥപ്പെടുത്തുന്നത്. CJP ഒരു പാർട്ടി മൂവ്മെൻ്റായി തുടങ്ങിയതല്ല. എന്നാൽ CJPയിലെ അംഗങ്ങൾ കോൺഗ്രസിനെ മനസ്സിലാക്കുന്നു, രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ ആവശ്യം ഈ രാജ്യത്തെ ഈ ഭരിക്കുന്നവരെ താഴെ ഇറക്കുക എന്നുള്ളതാണ്, അധികാരത്തിന് താഴെ ഇറക്കുക എന്നുള്ളത്. അത്രയധികം ധാർഷ്ട്യ മനോഭാവത്തോടെ എന്തും കാണിക്കാമെന്ന നിലപാടിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മറ്റുള്ള കൂട്ടാളികളും. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി ഇനിയും രണ്ടാം ഘട്ട സമരം വ്യാപിപ്പിക്കാൻ തന്നെയാണ് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത്. അതിനെല്ലാ പിന്തുണയും രാജ്യത്ത് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും വ്യാപകമായ സംഘടന പരിപാടികൾ, കേന്ദ്ര വിദ്യാഭ്യാസ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഓരോ സോണൽ മേഖലയിലേക്കും ശക്തമായ പ്രതിഷേധവുമായി എത്തും എന്നാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത്.